ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ രാജി സംജിത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇതിനു മുമ്പ് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മുരിങ്ങയില തോരനാണ്. സിമ്പിൾ റെസിപ്പിയാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി എന്നിവ മിക്സ് ചെയ്ത് ജസ്റ്റ് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിനകത്തിട്ട് ചേർക്കും. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഇനിയും വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്യാം. മാക്സിമം വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി എൻ്റെ വീട്ടിലെ വിഷ്വൽസാണ് ഇനി നിങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ മാക്സിമം ഞാൻ ഇടാനായിട്ട് ട്രൈ ചെയ്യാം. എന്നാലും ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ മുരിങ്ങയില റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കടു വറുത്തിട്ട് നമ്മൾ മുരിങ്ങയില നന്നായിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ മുരിങ്ങയില തോരൻ വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വയ്ക്കാൻ അറിയാം. ഞാൻ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല രീതിയിൽ മുരിങ്ങയില മുട്ട ചേർത്ത് വയ്ക്കാറുണ്ട്, പരിപ്പൊക്കെ ചേർത്ത് ഞാൻ സിമ്പിളായിട്ട് വയ്ക്കാറുണ്ട്. ഞാൻ സിമ്പിളായിട്ട് തോരനായിട്ട് വയ്ക്കുകയാണ്. ഞാൻ പരിപ്പ് ചേർത്ത് മുട്ട ചേർത്ത് വെക്കുക നമ്മൾ മുരിങ്ങയില തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ പല നാട്ടിൽ പല രീതിയിലല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലല്ലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോയാൽ പല രീതിയിൽ ഓരോ കറികളും പല രീതിയിൽ വയ്ക്കുന്നവരുണ്ട്. ഇപ്പോൾ സാമ്പാറൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പം പരിപ്പിട്ട് വയ്ക്കും. തേങ്ങ വറുത്തരച്ചൊക്കെ സാമ്പാർ വയ്ക്കുന്നുണ്ട്. വടക്കോട്ടൊക്കെ തേങ്ങ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുന്ന രീതിയൊക്കെ ഉണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല വയ്ക്കുന്നത്. അപ്പോൾ ഓരോ കറികൾ വയ്ക്കുന്നതിന് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കറികൾ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് വയ്ക്കുന്നത്. അതുപോലെ ഓരോ കറികളും ഓരോ രീതി തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കും. നിങ്ങളെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ കമൻറ്റുകൾ പറയുക. നിങ്ങൾക്കിനി എത്തരത്തിലുള്ള വീഡിയോസ് കാണാനാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതനുസരിച്ചിട്ട് ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.